ഇന്നുമെന്നും ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇതിനാണ് പരിപാലനമെന്ന് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇവിടുത്തെ പരിപാലനം എന്താണ്? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തറിയാൻ പാടില്ല? ചക്കാലക്കൽ പിതാവാണ് KCBC ചെയർമാൻ എന്നറിയാൻ പാടില്ല. ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നമായിട്ടാണ് എല്ലാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയും പിന്നെ ശുശ്രൂഷ. നമ്മുടെ ശുശ്രൂഷയായിട്ടാണ് കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും. ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും. നമുക്ക് അത്രയും പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ ഞാൻ ശ്രദ്ധിക്കാൻ എനിക്കറിയാൻ പറ്റാഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണ് സംഭവം? ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചതിന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം, നിങ്ങളെവിടെ ജീവിക്കും, ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങളറിയാം. ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ് സീറോയാണ്, ഒന്നും അറിയത്തില്ല. പക്ഷേ എന്താ നമ്മുടെ ഉറപ്പ്? നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നീ എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കടം പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ രോഗം സുഖപ്പെടേണ്ടത്, എവിടെയാണ് നീ പഠിക്കേണ്ടത്, എല്ലാം നീ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിൻ്റെ ദൈവത്തിനറിയാം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈശോയുടെ മനസ്സിൽ ഇതാ ഉള്ളത്, രണ്ടുപേര് കൂടി പറയുന്ന സാക്ഷ്യങ്ങൾ. രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ്. ഇപ്പോൾ രണ്ടുപേര് കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വന്നത് എന്താണ്? അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? അദ്ദേഹം ടൈക്കണപ്പായിപ്പോയി, അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇതിനൊരു ജപമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ടേ. എല്ലാ ജനങ്ങളും, ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട്. എന്താണ്? അടുത്ത കൊല്ലം ഞാനും ഈ റാലിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്നു വരുമെന്ന്. അതൊരു അഭിഷേകമാണ്. അതുകൊണ്ടല്ലേ പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞിട്ടില്ലേ, ഞാൻ അൾത്താരെ കയറിയപ്പോൾ ഞാൻ കൃപാസന മാതാവ് എന്നോട് സംസാരിച്ചു. അതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി. ഇക്കാര്യം എനിക്കിത് അറിയാവില്ല, അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്നറിയാം. എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത്. അതായത് ഞാൻ അൾത്താരെ കയറിയപ്പോൾ, ആദ്യമായി അൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എത്രയോ കാലമായിട്ട് ഈ ആൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനെ കാത്തിരിക്കാൻ കാരണം ഉണ്ടായത് ഞാൻ എൻ്റെ പിതാവിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിളിക്കുന്നത്, രൂപതാധ്യക്ഷനെ വിളിക്കത്തു. പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങളിൽ ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞായിരുന്നു. ഒക്ടോബർ 28 ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്കൽ പിതാവിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനോട്ട് അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 3 പിതാക്കന്മാരെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാലപ്പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി, കോഹിമയിലെ പ്രോഗ്രാം കട്ടായി. അപ്പോൾ പിതാവ് ഫ്രീ ആയി. അപ്പോൾ ഞാൻ പിതാവിനോട് പിതാവ് വരുന്നില്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിതാവ് വന്നു. പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയാണ് അവിടെ. അതാണ് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം. ആ പ്രോഗ്രാം കട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. അതായത് ഈ പരിപാലനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ. നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്?
അപ്പം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കട്ടെ. The word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ ഉള്ളില്ല, ഭയമില്ല. നിത്യജീവനേകും ദൈവം, നിത്യഭൂമൻ കാവലല്ലോ. കാലിടരാതെ അവനെന്നെ നയിക്കും, കൺമണി പോലും അവനെന്നെ കാക്കും. കാലിടരാതെ അവനെന്നെ നയിക്കും, കൺമണി പോലും അവനെന്നെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ലൂക്ക 18:1. ലുക്ക 18:1. ഭഗ്നാശരാകാതെ ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. മനസ്സിലാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഭഗ്നാശരാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ, തകർന്നു പോകാതെ, ശിഥിലമാകാതെ, മനസ്സ് ശിഥിലമാകാതെ പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നത്. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജപമാല എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കൈയും കാര്യം കഴുകി, അതല്ല. അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. അതല്ല. പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. അതിനാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലലല്ലേ, അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാമപ്രാർത്ഥനകൾ ഉണ്ടാവും. സന്ധ്യയ്ക്കുണ്ടാവും പ്രാർത്ഥിക്കും, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നേരത്തേക്ക് ഞാൻ 2 മണിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയത് കാരണം 2 മണിക്കുള്ള കാര്യം കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 10, 11 മണി, ചിലപ്പോൾ 2 മണിയൊക്കെ നേരത്തെയൊക്കെ താമസിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഈ ഉറക്കം നിൽക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ലേ. ചിലതൊക്കെ പ്രഷറൊക്കെ ഫോം ചെയ്ത് വരും. പിന്നെ കിഡ്നിയുടെയൊക്കെ പ്രോബ്ലം വരും. ഉറക്കം നിന്നാൽ അതിനെ കാര്യം. എനിക്ക് വേറെ സഭയില്ലല്ലോ. പകലെല്ലാം ജനങ്ങളുമായിട്ട് കൺഫ്യൂഷനും ധ്യാനവും പിന്നെ എഴുതണതെല്ലാം 10-20 പുസ്തകം എഴുതി. അതെല്ലാം രാത്രിയിൽ എഴുതണം. അപ്പം അതിന് ഉറക്കം വരും, പ്രഷറായി. അതായത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവിക്ക് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ടൈം കുറവാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും. തന്നിരിക്കുന്ന ടൈമിന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യനല്ലേ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാം യാചനാ പ്രാർത്ഥനയാണോ? മകളെ കെട്ടപ്രായമായ മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കണേ. അങ്ങനെയല്ല മക്കളെ. നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും. ദൈവത്തിന് വേണ്ടി ജീവിക്കും. ദൈവത്തിന് വേണ്ടി ഇപ്പം ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകുകയാണ്. എല്ലാവരെ കൊണ്ടും ഭക്ഷണം കൊടുപ്പിക്കണം, എല്ലാവരെ കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം, വലിയ തറവാട്ടിലുള്ള വലിയപ്പന്മാരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതെ ഇരിക്കുന്നവരെയും കുളിപ്പിക്കാൻ പറയണം. അപ്പോൾ നമ്മൾ കല്യാണം കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തേക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് കുറച്ച് സമയം എഴുതിയത്, പള്ളിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺപിള്ളേർ പുതിയ പ്രായക്കാരാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്നെല്ലാം മാറി താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട് ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നും അവിടെ തിരിഞ്ഞു നോക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാർമാർക്കായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല.
അത് വന്ന് പരിപ്പിച്ചിട്ട് പോകും. ഇളയ മരുമകൾ തറവാട്ടിൽ നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നല്ലാതെ ഇവർ നേരെ വന്ന് അപ്പനൊരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരിക്കൊള്ളുകയോ ഇല്ല. ആ സമയത്ത് അവർ പിള്ളേർ വരാമെന്നും പറഞ്ഞ് അവർ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെ പോലെ കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാണ്ട് കിടപ്പുണ്ട്. അവരെ കുളിപ്പിക്കാൻ പറയണമെന്നതിനോട് പറഞ്ഞ് ഞാനത് എഴുതി വെച്ച്. രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ ആദ്യകാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു. എനിക്ക് റെപ്പറ്റീഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? പത്രം കൊടുക്കാൻ പോണതും അതിലൂടെ വിശ്വാസം കൈമാറുന്നതും അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും. ഇപ്പം നമ്മളിവിടെ ഒരു കൃപാസനം മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചരിച്ചു. അതായത് എന്താ സംഭവിച്ചത്? നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉടമ്പടി എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ്. അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്ത് വെച്ച് ഉടുപ്പെടുത്ത് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതാണ് സംഭവം. അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് 2000-ഓളം പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ്, സോഷ്യോ എന്നും പറഞ്ഞ് അവിടെ നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിലെ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതും സാമൂഹ്യ പ്രവർത്തനം പറയുന്നതും ഒരു വ്യത്യാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രാർത്ഥന കണ്ടനല്ല. നമുക്ക് കഴിവുണ്ട്, സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ദൈവം കക്ഷിയല്ല. ആണെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ലെന്നോ. മനസ്സിലായില്ലേ? എൻ്റെ നാമത്തിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്തിൽ നൽകുന്നതെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ. മർക്കോസ് 9:41. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? നമ്മൾ കൊടുക്കണതും മേടിക്കണതും എല്ലാത്തിനും പിന്നിൽ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. എന്താണ്? അവൻ്റെ നാമത്തിൽ. അപ്പോൾ മർക്കോസിൻ്റെ എത്രയാണത്? 9:41. 37 എടുത്തേ. 9:37 എടുത്തേ. മർക്കോസ് 9:37. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന പത്രം കൊടുക്കണ പ്രേക്ഷിത പ്രവർത്തനമായാലും, രോഗികളെ പോയി കാണുന്നതായാലും, ആശുപത്രി പോയി ഭക്ഷണം കൊടുക്കണമായാലും, വസ്ത്രം കൊടുക്കണമായാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം. എപ്പോഴാണത്? അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ്. അവൻ്റെ കാര്യം എന്താ? ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ്. പല അക്കൗണ്ടൊന്നും ഇല്ല, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ ചില അച്ഛന്മാർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിൽ അറിയാൻ പാടില്ല. ഇപ്പം ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എല്ലാം മാതാവ് സഹായിച്ചു, മാതാവ് സുഖപ്പെടുത്തുന്ന പറയണം. ചില അച്ഛന്മാരൊക്കെ ശരിക്കും കുരു പൊട്ടും അത് കേൾക്കുമ്പോൾ. അവർ പറയും മാതാവല്ല, ദൈവം യേശുവാണ് ഏകരക്ഷകൻ. ഇതാര് പറഞ്ഞല്ലെന്ന്. കർത്താവിൻ്റെ നമുക്ക് മനുഷ്യരാശിക്ക് നിത്യരക്ഷ നൽകുന്നത് ഒരു നാമം മാത്രമേ ഉള്ളൂ. ഈശോയുടെ നാമമാണ്. ഈശോയുടെ നാമത്തെ
എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും ഈ ഭൂമിയിൽ? മാതാവിനെ പോയാൽ അല്ലാതെ ആർക്ക് കഴിയും? കാര്യം ആ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ്. നമ്മുടെ പോലെയുള്ള വിശ്വാസമല്ലേ, നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ? അതല്ലേ ഈശോ ചോദിക്കുന്നത്? അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചൊരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ്. അതുപോലെ നിങ്ങൾ അത്ഭുതം കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ. ശ്രദ്ധിക്കട്ടെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവനിലും രക്ഷയില്ല യേശുവിനല്ലാതെ, രക്ഷകനവനല്ലോ. യേശുവിനുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചിടാം, നിത്യരക്ഷവരിച്ചിടാം. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യോഹന്നാൻ 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പം ഈശോനെ അന്വേഷിക്കണമെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും. അതാണ് വിഷയം, സാധാരണ മനുഷ്യർ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കും? യേശു കൈമോശം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ, എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി എന്ത് ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2:48. ലൂക്ക 2:48 വായിച്ചോളൂ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എന്താണ് വിഷയം? ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അത് 2:48. ഈ 2:48 കൂടെയാണ് യോഹന്നാൻ 6:26 ലൂപ്പ് ചെയ്യേണ്ടത്. എന്താ പറയണത്? അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. അപ്പോൾ മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാണണം. അടയാളം ഉള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കണത്. അപ്പമെന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല. യേശുവിനെ കൈമോശം വന്നാൽ മതി. യേശുവിനെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞിരിക്കണ കണ്ടാൽ അപ്പം അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും. ദൈവവേദലേ, എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത്? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത്, ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത്, ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത്, ദാറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ്. നിങ്ങൾക്ക് കർത്താവിന് നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടല്ല, അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശ ഉള്ളത് കൊണ്ടല്ല. യേശുവിനെ നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല, കുടുംബപ്രാർത്ഥന ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവർ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോവുമെങ്കിൽ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ച
അടയാളം കാണാതെ അന്വേഷിച്ച അമ്മയുടെ മക്കളായ ഞങ്ങള് അമ്മയുടെ മക്കളായ ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്കലാപ്പോടെ അമ്മയെപ്പോലെ ഉത്കണ്ഠയോടെ തിരിച്ചു നടക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. തിരിച്ചു നടക്കാൻ അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ. നേടിയെടുക്കാൻ ഒരു കാര്യമില്ലാത്ത ഒരു വിഷയമില്ലാത്ത അവസ്ഥയിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പേസ് എവിടെയാണ്? സുഖപ്പെടാൻ ഒരു രോഗമില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്പേസ് എവിടെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വെച്ചാണ് നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം അടുപ്പമാണ് അകലെയാണെന്ന് തിരിച്ചറിയണത്. നേടിയെടുക്കാൻ ഒരു കാര്യമില്ല, ജയിക്കാൻ ഒരു പരീക്ഷയില്ല, സുഖപ്പെടാൻ ഒരു രോഗമില്ല, കിട്ടാൻ ഒരു ജോലിയില്ല, വസിക്കാൻ ഒരു വീടിൻ്റെ വിഷയമില്ല. അങ്ങനെ വന്നാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ എന്തായിരിക്കും? അടുപ്പമോ അകലമോ? അതെന്നും ഒരു വിശ്വാസി അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്നറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടാതിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിച്ച് മനസ്സിൽ ഉത്കണ്ഠയോടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. കിട്ടുമോ, കണ്ടുമുട്ടുമോ? അതാണ് അമ്മ പറയണത്, എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടിയാണ്. വെറുതെയുള്ള അന്വേഷണമല്ല, കണ്ടു കിട്ടാൻ കഴിയുമോ, ഇനി ഒരിക്കലും കാണാതിരിക്കുമോ, ഇങ്ങനെ പല പല ചിന്തകളുമായിട്ടാണ് അമ്മ യേശുവിനെ തിരക്കി പോണത്. അവസാനം കണ്ടുമുട്ടുമ്പോഴും അമ്മ തൻ്റെ മനസ്സിലുണ്ടായ വിഷയങ്ങളെല്ലാം അതുപോലെ ഈശോനോട് പറയും. എൻ്റെ ദൈവത്തിലെ ഈ ധ്യാനത്തിൽ ഈശോ എന്താ പറയണം? നിനക്കെപ്പോഴും മിസ്സാകുന്നുണ്ടോയെന്ന് നോക്കണം ജീസസിനെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഇപ്പം കുടുംബത്തിലാകുമ്പോൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകും, എപ്പോഴും ഇഷ്യൂ. ഇപ്പോൾ കടലിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്? അത് സ്ഥിരതല്ല്. ഈ കടലിലെ മത്സ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ജലാശയത്തിലെ മത്സ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം ഓക്സിജൻ എടുക്കേണ്ടത്? വെള്ളത്തിൽ നിന്നല്ലേ. മഴയും കാറ്റും വരുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഓക്സിജൻ അല്ലേ കിട്ടണത്. അപ്പോൾ കടലിലുള്ള ജീവികളെ ഉദ്ദേശിച്ചിട്ടാണ് അതിന് തിരച്ചിലുള്ളത്. പ്രാണവായുവും തിരയിലെ പിടച്ചിലും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ശരിക്കും. ഇപ്പം നമ്മൾ തന്നെ തിരയൊന്നും ഇല്ലാ സ്ഥലങ്ങളൊക്കെ ചെമ്മീനൊക്കെ വളർത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശാസ്ത്രീയമായിട്ട് ചെമ്മീൻ വളർത്തുന്ന സ്ഥലങ്ങളിൽ താൻ തിര ഉണ്ടാക്കി കൊടുക്കും. ഒരു മെഷീൻ വെച്ച് തിര ഉണ്ടാക്കി കൊടുക്കും, പതപ്പിച്ച് വെള്ളം പതപ്പിച്ച് കൊടുക്കും. ഒരു വലിയൊരു മോട്ടർ വെച്ചിട്ട്, ഇങ്ങനെ ഇലകളുള്ള ഒരു മോട്ടർ വെച്ചിട്ട് കറക്കി. അപ്പോൾ ഞാൻ ചോദിക്കും എന്നാ പരിപാടി? അപ്പോൾ വെഞ്ചരിക്കാനൊക്കെ ഈ പാടശേഖരത്തിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഇത് 4 മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത്. മോട്ടറല്ല, ഇങ്ങനെ ഒരു പങ്കയാണ് വെള്ളത്തിൽ കിടന്ന് കറങ്ങി പോകത്തെ. എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കറക്കി പതപ്പിച്ചെടുക്കും. അപ്പോൾ ഓക്സിജൻ, ക്രിയേറ്റിംഗ് ഓക്സിജൻ. അപ്പോഴേക്ക് മനസ്സിലായി വെള്ളമായ പതയും തിരയും ഉണ്ടാവും. എന്തിനാണ്? അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഓക്സിജന് വേണ്ടിയാണ്. നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവിന് ഓക്സിജൻ വേണം. അതുകൊണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തിരയില്ലാത്തൊരു കടലിനെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റത്തില്ല. തിര ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നിൻ്റെ ആത്മാവിന് ദൈവത്തിന് അനുഭവിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും, തിരയുണ്ടാകും. ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഈ ആഴ്ച നല്ലതാണെന്ന് വിചാരിച്ചോ, സന്തോഷമായിരിക്കും. ഇപ്പോൾ ചിലർ വാരഫലക്കാർ ചോദിക്കുക നിൻ്റെ ഈ ആഴ്ച, എല്ലാവരും ഉടനെ എടുത്ത് നോക്കും. ആൾക്കാർക്ക് അമർത്തിയിടാൻ പറ്റിയ സാധനമാണത് ഈ ആഴ്ച, നിൻ്റെ ഈ ആഴ്ച. അപ്പം നമ്മൾ വായിക്കണത് എന്താണ്? വായിക്കണത് ഈ ആഴ്ച എങ്ങനെയാണെന്നാണ് വായിക്കണത്. അപ്പോൾ അവിടെ അവർ പറയണ എല്ലാം നല്ല കാര്യമായിരിക്കും. നിന്നെ ടെൻഷൻ അടപ്പിക്കേണ്ട, പതപ്പിക്കേണ്ട, നിനക്ക് ഓക്സിജൻ കിട്ടേണ്ട, ആത്മാവ് ചത്തുപൊട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാരപഥക്കാരൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പതപ്പിക്കാൻ ഇഷ്ടമില്ല അവർക്ക്, ശാന്തമായി കിടക്കട്ടെ എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ശാന്തതയാണ്. പക്ഷേ ദൈവത്തിന് ശാന്തത വേണ്ട. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു, ഞാൻ തിര അടുപ്പിക്കാൻ വേണ്ടി വന്നു, ഞാൻ ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു, നിൻ്റെ ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രസംഗം സൃഷ്ടിക്കാൻ വേണ്ടി വന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
ഭൂമിയിൽ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ലൂക്ക 12:49. ലൂക്ക 12:49. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞേ കണ്ടാ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. പൊള്ളുന്ന അനുഭവം ഉണ്ടാവുന്ന അർത്ഥം. ചിലപ്പോൾ ഭാര്യയുടെ വാക്കിൽ നിന്നായിരിക്കും നമുക്ക് പൊള്ളണത്. പക്ഷെ ബുദ്ധിയും ബോധം ജ്ഞാനം ഉള്ളവൻ പറയണം, ഭാര്യയല്ല സംസാരിക്കണത്, കർത്താവ് പതപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ചില മക്കൾ തന്നെ അങ്ങനെ തോന്നിയ ദിവസം പറഞ്ഞു വരും നമ്മളേക്ക് എന്ന്, അവർ പതപ്പിക്കും നമ്മളെ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം എന്നൊക്കെ പറയുന്നത് ഒരു കുളിപ്പിക്കല, കൃപയുടെ കുളിപ്പിക്കല. നമ്മൾ ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വരപ്രസാദമാണ്. ഈ വരപ്രസാദം എന്ന് പറയുന്ന ഓക്സിജൻ, ആത്മാവിൻ്റെ ശ്വസനവായുവാണത് വരപ്രസാദം. ഇത് ഈ കൃപയുണ്ടാകണമെങ്കിൽ കുരിശുണ്ടാകണം. അതുകൊണ്ട് തീ ഇടയ്ക്കിടയ്ക്ക് വീഴും, പൊള്ളുന്ന അനുഭവം ഉണ്ടാവും, പതപ്പിക്കും. ഇതിൻ്റെ പ്രശ്നം എന്താ? ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ലൈഫിനെ ദൈവത്തിനെ അതിനകത്ത് കക്ഷി ചേർക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണത്? ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പേരിൽ പെയ്തും പെരുക്കുകയും ബഹളം ഉണ്ടാക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യത്തില്ല. എന്താ കാര്യം? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചൊന്ന് അതിൻ്റെ കൂടെ എഴുതിയിരിക്കണത്. ഉത്കണ്ഠ ഉണ്ടായി, പക്ഷെ ഉത്കണ്ഠയുടെ അർത്ഥം കക്ഷിക്ക് മനസ്സിലായി. ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ നഷ്ടപ്പെട്ടപ്പോഴേ ഞാനും നിൻ്റെ ഇപ്പോൾ 2:48 എന്താ പറയണത്? ലുക്കാൻ്റെ സുവിശേഷം 2:48, ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് പിതാവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. കർത്താവ് പറയുന്നുണ്ട്, കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ പ്രീസപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ടു യു. എനിക്കറിയാം നിങ്ങൾക്കത് അറിയേണ്ടതാണെന്ന്. പക്ഷേ അമ്മയുടെ സ്വഭാവമല്ലേ, അമ്മയല്ലേ, പെട്ടെന്ന് ആശയമൊന്നും ഓർത്തില്ല. ആൾ കൈ മോശം വന്നപ്പോൾ പടച്ചുപോയി, ആൾ ഉത്കണ്ഠ കയറിപ്പോയി. ആ ഉത്കണ്ഠ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് നോട്ട് ടു യു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ അറിവ് ആ ഇമോഷണൽ ലെവലിൽ നിന്ന് ബുദ്ധിപരമായ ലെവലിലേക്ക് അറിവിനെ കൊണ്ടുവന്നിട്ട് അമ്മ അടുത്ത വാക്ക് പറയും. വചനം എന്ത് പറയും? അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് സഭ. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 2:51 അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഉത്കണ്ഠയുടെ അർത്ഥം മനസ്സിലായി. ഓരോ വിഷയം സംഭവിക്കുമ്പോൾ ആ സംഭവത്തിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് സംഭവിച്ചതെല്ലാം അവൻ മൂലമാണ്, അവന് കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓരോ വിഷയങ്ങളും സംഭവിക്കുമ്പോൾ ഓർക്കണം. ടേക്ക് ദ ബെഡ് ഫോർ യോഹന്നാൻ 1:3. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അതായത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അതിന് അവന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം മനസ്സിലാകുന്നവരെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ അമ്മയെപ്പോലെ കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ മൗന സ്നേഹത്തോടെ ദൈവ തിരുസന്നിധി ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടവളായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കൃപാസനത്തിൻ്റെ അമ്മേ
ത്യാഗപരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനം